ശാന്തകൂട്ടം എന്നുള്ള സിനിമയെ അന്ന് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു. അത് അതിലെ എല്ലാ രംഗങ്ങളും അതിലെ പാട്ടുകളും ഒക്കെ സൂപ്പർ ഹിറ്റായി. പക്ഷെ കാലപ്രവാഹത്തിൽ ഇത് ശാന്തകൂട്ടം എന്ന സിനിമ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയോട് എന്തോ പാപം ചെയ്തു എന്നുള്ള അതെ രീതിയിലാണ് അതെ അതെ അത് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഇപ്പൊ ലാൽ ജോസ് അതിന് പല വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊരിക്കലും ഒരു ട്രാൻസ്ജെൻഡർ സിനിമയല്ല, ഇതൊരു ഫെമിനൈൻ നേച്ചർ ഉള്ള ഒരു ആണിന്റെ കഥയാണ് അതെ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്ന് സാറും എഴുതാൻ പറ്റുന്നിടത്തും പറയാൻ പറ്റുന്നിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട് അത്. പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും ഇപ്പോഴും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് ഇത് ഒരു അത് വലിയ തന്നെ. ചതുർത്ഥിയായി ഈ സിനിമ. അതെന്താ സംഭവിച്ചെന്ന് അറിയാമോ? ആ ചാന്ത് പൊട്ട് എന്നുള്ള പേര് ഇവരെ വിളിക്കാൻ തുടങ്ങി. അവിടെയാണ് പ്രശ്നം. അവിടെ നിന്നാണ് ഇവർക്ക് ഹർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ ഓക്കെ. അതായത് അതിനു മുമ്പൊക്കെ പല വേറെ മോശം പേരുകൾ ഇവരെ വിളിച്ചിരുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരി എന്ന് പറഞ്ഞാൽ ഈ ചാന്ത് പൊട്ട് എന്നുള്ള ടൈറ്റിൽ വന്നപ്പോൾ, പക്ഷേ അതിന്റെ ആദ്യത്തെ ടൈറ്റിൽ അറബിക്കടലും അത്ഭുത വിളക്കും എന്നായിരുന്നു. ആ നാടകത്തിന്റെ പേര് അത്ഭുത വിളക്ക് എന്ന് മാത്രം ഇട്ടു ഞങ്ങള്. അത്ഭുത വിളക്ക് ഓ എന്നായിരുന്നു. ആ ആ അപ്പോ വിനയന്റെ അത്ഭുത ദ്വീപ് എന്ന് പറഞ്ഞൊരു പടം വന്നു. ഓ അപ്പൊ ഞങ്ങള് അത് മാറ്റാൻ തീരുമാനിച്ചു. കാരണം അത്ഭുത ദ്വീപ് ഒന്ന് പിന്നെ അത്ഭുത വിളക്ക് എന്ന് പറഞ്ഞിട്ട് അത്ഭുത വിളക്ക് എന്നായിരുന്നു ആദ്യത്തെ പേര്. അങ്ങനെയാണ് പിന്നെ വേറെ എന്ത് പേരിടുന്ന ആലോചനയിലെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് ചാന്തുപൊട്ടിലേക്ക് എത്തുന്നത്. അപ്പൊ ഒരു സൺസെറ്റ് എന്നുള്ള അർത്ഥവും ഒരു ഫെമിനിറ്റിയുടെ ഒരു സിമ്പലുമാണ് ചാന്തുപൊട്ട് എന്ന് പറയുമ്പോൾ ഈ ഇതിന് പറ്റിയാണെന്നുള്ള രീതിയിൽ ആണ് ചാന്തുപൊട്ട് ഇടുന്നത്. പക്ഷെ ഞങ്ങൾ ഒരിക്കൽ പോലും, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഈ ചാന്തുപൊട്ടെന്നും പറഞ്ഞൊരു ഇത്തരത്തിലുള്ള ആൾക്കാരെ കാണുമ്പോൾ ഇങ്ങനെ ആക്ഷേപിക്കുന്ന രീതിയിൽ വിളിക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. ആ വിളികൾ ഇവരെ ഹർട്ട് ചെയ്ത്. അപ്പോൾ അവർ ആ സിനിമേനെ കുറ്റം പറയാൻ തുടങ്ങി. പക്ഷെ ആ സിനിമയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ കണ്ടന്റ് അല്ല. ഒരു ആൺകുട്ടി പിന്നെ പെൺകുട്ടിയെ പോലെ വളർത്തുന്നു, ഡാൻസ് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അറിയാതെ അവനിൽ ഉണ്ടാകുന്ന സ്ത്രൈണത അവന് ദുരന്തമാകുന്നു. അതാണ് അതിൻ്റെ തൊണ്ട്. അവന് കുട്ടി ജനിക്കുന്നുണ്ട്, അപ്പോൾ അവൻ ട്രാൻസ്ജെൻഡർ അല്ല, അവൻ ആൺകുട്ടി തന്നെയാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേര് ഈ ഡാൻസ് മാസ്റ്റർമാരെ കണ്ടിട്ടുണ്ട്. സ്ത്രൈണതയിൽ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഒത്തിരി പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഡാൻസ് പഠിക്കുന്നത് കൊണ്ട് തന്നെ സ്ത്രൈണത കയറും ഇവരില്ലേ. അപ്പോൾ ആ അംഗചലനങ്ങളൊക്കെ ഒരു സ്ത്രൈണ സ്വഭാവം, ഈ ഇത്തിരി മുടി നീട്ടി വളർത്തിട്ടുണ്ട്. നമ്മൾ പണ്ട് തന്നെ എത്രയോ കഥാപാത്രങ്ങൾ സിനിമയിൽ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊരു ദുരന്തമായി ഒരുത്തനും മാറുന്നു എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് എൻ്റെ നാടകം ഉണ്ടായത് ആദ്യം. അത് തന്നെയാണ് നമ്മൾ സിനിമ ആക്കിയത്. അപ്പോൾ ഈ ഒരു സിനിമക്ക് പ്രചാരം കിട്ടിയതോടെ ഇവരെ ആക്ഷേപിക്കാനായിട്ട് ഈ സമൂഹം അത് ഏറ്റെടുത്ത ആ പേര്, അത് സമൂഹത്തിൻ്റെ കുഴപ്പമാണ്, എഴുത്തുകാരൻ്റെ സംവിധായകൻ്റെ കുഴപ്പമില്ല. അപ്പോൾ ഈ പൊളിറ്റിക്കലായിട്ട് കറക്റ്റ് അല്ലാത്ത വാക്കുകൾ പ്രയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ആ വാക്ക് ഉണ്ടാക്കിയ ഒരു പദസമ്പത്തിൽ ഉണ്ടായിരുന്ന വാക്കൊക്കെ തന്നെ ആയിരിക്കും വേറെ രീതിയിൽ പറയുന്നത്, ഇൻസൾട്ട് ചെയ്യാൻ. അത് ആ നിഘണ്ടു കണ്ടുപിടിച്ചിട്ട് കുഴപ്പമില്ലെന്ന് പറയുന്ന പോലെ, നിഘണ്ടുവിലല്ല എന്ന് പറയുന്ന പോലെ ചാന്തുപൊട്ട് നമ്മൾ ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് ഞാൻ സത്യം പറഞ്ഞ എഴുതിയത് ഇവരാ. അതായത് എൻ്റെ അനുഭവമാണ്. എൻ്റെ കൂട്ടുകാരൻ കാർത്തികേയൻ എന്ന് പറയുന്ന എൻ്റെ ബെഞ്ചിലിരുന്ന ഒരുത്തൻ്റെ ദുഃഖം ഞാൻ കണ്ടിട്ട്, അവൻ്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ പഠിപ്പ് നിർത്തിയിട്ട് അവൻ മാനസിക രോഗിയായിട്ട് ഈ വഴിയിലൂടെ അലഞ്ഞു നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അവനെ കണ്ടിട്ട് എന്താ കാർത്തികേയൻ വിളിക്കുമ്പോൾ അവൻ ഇതുപോലെ സ്ട്രൈനിൽ നടന്നു പോകും. അവൻ എന്നിട്ട് കയറി ടെറസിൻ്റെ മുകളിൽ കയറി ഡാൻസ് ചെയ്യും. മെൻ്റൽ പേഷ്യൻ്റ് ആയവൻ. എന്നിട്ട് ഡാൻസ് ചെയ്യുമ്പോൾ അവൻ വടിയും കൊണ്ട് ആൾക്കാർ തല്ലി അവൻ അവിടെ നിന്ന് ഓടിച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് പിന്നെ അവൻ എവിടെയോ പോയി, നാട് വിട്ടു പോയവൻ. പിന്നെ മിസ്സിങ് ആണ്, അവൻ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് പോലും അറിയില്ല. അപ്പോൾ ആ ഒരു വേദന എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഇങ്ങനെ ഒരു സ്ത്രൈണതയുടെ പേരിൽ ഒരുത്തന ഭ്രാന്തനാക്കി നാട്ടിൽ നിന്ന് ഓടിച്ചല്ല ഈ സമൂഹം. അവർക്ക് ഇവർ തമാശയാണ്. ആ ഒരു വേദനയിൽ നിന്നാണ് ഞാൻ ഈ നാടകം എഴുതുന്നത്. അത് മറിച്ച് പക്ഷെ ആദ്യം കുറച്ച് കത്തുകളൊക്കെ എനിക്ക് വന്നു, ഞങ്ങളുടെ ദുഃഖം സാറ് മനസ്സിലാക്കിയല്ലോ, ഈ അനുഭവങ്ങൾക്ക് ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് പോസിറ്റീവായിട്ട് കുറേ വന്നു. പിന്നെ ഈ ആൾക്കാർ ഇവരെ കളിയാക്കാൻ തുടങ്ങിയതോടെയാണ് ഇവർ തിരിഞ്ഞത്. ഈ സിനിമ കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റണില്ലെന്നൊക്കെ പറഞ്ഞ് എന്നോട് എൻ്റെ വൈഫിനെ കണ്ടപ്പോൾ ഇതുപോലെ തന്നെ പരിചയമുള്ള ഒരു കക്ഷി പറഞ്ഞിങ്ങനെ, ആ സാറ് കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറയേ അതല്ല, നമ്മൾ ചേർത്ത് നിർത്താൻ വേണ്ടി ഇവരും നമ്മുടെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുഴപ്പങ്ങൾ, സ്ത്രൈണത എന്നൊക്കെ ഒരു ദുരന്തമായിട്ട് മാറരുത്. അത് ആ രീതിയിൽ തന്നെ അവരെ കാണാം. അങ്ങനെയല്ല നമ്മൾ അവസാനിപ്പിക്കുന്നതും. എൻ്റെ കൺക്ലൂഷൻ അതല്ലേ. ആ കൺക്ലൂഷൻ്റെ നന്മ കാണാതെ
ആ ഒരു ഇവരെ പരിഹസിക്കുന്നതിന്റെ പുറത്തുണ്ടായ അവർക്കുള്ള വേദന കൊണ്ടാണ് അവരത് പറഞ്ഞത്. അപ്പൊ ഞാനത് എവിടെയോ ഞാനത് എനിക്കതിൽ ദുഃഖമുണ്ടെന്ന് വരെ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഴുതി ഞാൻ എൻ്റെ അകത്ത്. എനിക്കത് വളരെ വിഷമമായി. കാരണം നമ്മൾ ഉദ്ദേശിച്ച ട്രാക്കിൽ നിന്ന് മാറിയിട്ട് അവർക്കത് ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞപ്പോഴേ. കാരണം എപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളിൽ തന്നെ പലരും ഇതുപോലെ തന്നെ അല്പശ്രൈണതയുള്ളവരൊക്കെ ഉണ്ട്. നമ്മളവരൊക്കെ ചേർത്ത് നിർത്തി അവരായിട്ട് നല്ല അടുപ്പമൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. അല്ലാണ്ട് ഇവര് സമൂഹത്തിന്റെ ഭാഗം തന്നെയല്ല, അല്ലാണ്ട് അവരെ മാറ്റി നിർത്തേണ്ടതല്ലോ. കൊച്ചിയിലെ ഒരു സ്ഥലത്തെ ചോട്ടാ മുംബൈ എന്ന് വിളിക്കാം, ആ ഐഡിയ എങ്ങനെയാ വരുന്നത്? അത് ചോട്ടാ മുംബൈ എന്നുള്ള ടൈറ്റില് അൻവറിന്റെ മനസ്സിൽ തുടക്കം മുതലുണ്ട്. ഓക്കെ. അപ്പൊ ഈ കഥാപാത്രവും ഈ സന്ദർഭവും ഇതൊക്കെ അൻവർ ഞങ്ങൾ ഡിസ്കസ് ചെയ്യിക്കുമ്പോ തന്നെ ചോട്ടാ മുംബൈ എന്നുള്ള പേരുണ്ട്. അപ്പൊ ഞാൻ അതിനും എതിർത്തിരുന്ന ആദ്യം. ഞാൻ പറഞ്ഞു ലാലേട്ടന്റെ പടം ചോട്ടാ മുംബൈ എന്നുള്ള പേര് വരുമ്പോൾ നമ്മൾ പിടിക്കുന്നത് ടോട്ടലി കോമഡിയും പരിപാടിയും. ലാലേട്ടനൊക്കെ വെറുതെ കുസൃതി നിറഞ്ഞ തമാശ കഥാപാത്രം പോലെയാണ്. അപ്പോൾ ഈ ഹെവിനെസ് ലാലേട്ടൻ ഇപ്പം നരസിംഹം, രാജാവിൻ്റെ മകൻ തൊട്ട് പിന്നെ മറ്റേ ദേവാസുരം ഇതൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഭയങ്കര ഹൈപ്പിലുള്ള ഒരു ഇമേജ് ഉണ്ട് ലാലേട്ടൻ്റെ. ചോട്ടാ മുംബൈയും ലാലേട്ടൻ എന്ന് പറയുമ്പോൾ വേറൊരു പ്രതീക്ഷ വരും പ്രേക്ഷകന്. എന്നിട്ട് അത് കിട്ടിയില്ലെങ്കിൽ പണി കിട്ടും എന്ന് പറയും. അപ്പോൾ പറഞ്ഞ് ചേട്ടാ അതിന് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ചോട്ടാ മുംബൈ എന്നൊക്കെ നല്ല മിഠായി കളറിലൊക്കെ എഴുതിയിട്ട് മിഠായി കളറിൽ എഴുതാം. ആ ഒരു ഭീകര പരിപാടി അല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതി ഡിസൈനിങ്ങിൽ നമുക്ക് ചോട്ടാ മുംബൈന്ന് അങ്ങനെ ഇടുക. നമ്മൾ അപ്പം ഇവരുടെ ഒരു കോസ്റ്റ്യൂമും കളറും ഒക്കെ വെച്ചിട്ട് ഇത് കാണുമ്പോൾ തന്നെ ഒരു കളർഫുൾ പടം, അതിൻ്റെ ഒരു ഹെവിനെസ് അല്ല നമ്മൾ കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് പിടിക്കാം, അത് കുഴപ്പം വരില്ല എന്ന് പറയും. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, പക്ഷെ അൻവറിന് നല്ല കോൺഫിഡൻസ് ആയിരുന്നു, അതങ്ങനെ പിടിക്കുക എന്ന് പറയും. അപ്പോൾ എനിക്ക് പേര് നമുക്ക് വേണമെങ്കിൽ വാസ്കോ എന്നിടാം, അല്ലെങ്കിൽ വാസ്കോഡ് ഗാമ എന്നിടാം എന്നൊക്കെ ഞാൻ പല പല പേരൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ അൻവർ ഇതിപ്പോൾ തന്നെ പിടിച്ച് ഇല്ല കേട്ടോ കുഴപ്പം വരില്ല എന്ന് പറഞ്ഞ് എനിക്ക് ധൈര്യം തന്നു. പിന്നെ ഇത് ഡിസൈനൊക്കെ വന്നപ്പോൾ എനിക്കും തോന്നി നല്ല കളർഫുള്ളൊക്കെ ഇവരുടെ ഗെറ്റപ്പൊക്കെ കണ്ടപ്പോൾ ഒരു കളർഫുൾ പരിപാടിയാണ്. അതിൻ്റെ ഒരു തീവ്രത േക്കാൾ ഉപരി ഇതാണെന്നുള്ളൊരു സാധനം ഒരു മാർക്കറ്റിങ്ങിൽ ഉണ്ടായിരുന്നത്. ഈ കാലത്തിന് അതിജീവിച്ചിട്ട് ഇപ്പൊ പറയാൻ പാടില്ല എന്നറിയില്ല, ഹാപ്പി ബർത്ത്ഡേ, തലയെ ഞങ്ങള് നശിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ ആരാധിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയുന്ന ഡയലോഗായാലും ഒരുപാട് ഡയലോഗുകൾ പിന്നെ ട്രോളുകളിലും ആളുകൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന അവസ്ഥയൊക്കെ ആയിട്ട് മാറിപ്പോയി. ഇതിന് ഒരു കാലാതീതമായിട്ടുള്ള അവസ്ഥയുണ്ട്. മീൻസ് ടൈം ട്രാവൽ ചെയ്ത് ഡയലോഗുകൾ പോകുന്നൊക്കെ സെറ്റിൽ ചെയ്ത് പറയുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടിയിരുന്നു സാറിന്? അല്ല, അത് സംഭവിക്കുന്നതാണ്. നമ്മളിത് 10 കൊല്ലം 18 കൊല്ലം കഴിയുമ്പോൾ ഇത് പറയുമെന്നോ അല്ലെങ്കിൽ അടുത്ത വർഷം ഇത് ട്രോള് വരുമെന്നോ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല. ചില കാര്യങ്ങൾ ഈ നമ്മളത് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് വന്ന് ഭവിക്കുകയാണ്. അത് പിന്നീട് അത് ചിലത് ഏറ്റെടുക്കും, ചിലത് ഏറ്റെടുക്കാതെ പോകുന്നതുകൊണ്ട്. അത് ചില കാര്യങ്ങൾ അങ്ങനെ നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. നമ്മൾ ഇത് 2 വർഷം കഴിയുമ്പോൾ ഇത് ട്രോൾ വരും, അല്ലെങ്കിൽ ഇത് ആൾക്കാർ ഏറ്റു പറയും എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല എഴുതുമ്പോൾ. അത് സംഭവിക്കുന്നതാണ്. ഇപ്പം ജൂനിയർ മാൻഡ്രേക്കിൽ ആ തല വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ എന്തോരം ട്രോളാവുന്നേക്കും. അത് എഴുതിയപ്പോൾ ഒന്നും നമ്മൾ ചിന്തിച്ചില്ല ഇത് ഇങ്ങനെ വരുമെന്ന്. അതുപോലെ പല സാധനങ്ങളും വന്നിട്ടുണ്ട്.